2024-നും 2025-നും ശേഷം മൂന്നാമത് സീസൺ ഹിപ്നോസിസ് കോമ്പറ്റീഷൻ 2026 ജനുവരി 11-ന് കലൂർ IMA ഹൗസിൽ വെച്ച് നടക്കും. 15ഓളം പാർട്ടിസിപ്പൻസിൽ നിന്നും പ്രിലിമിനറി റൗണ്ടിലൂടെ തിരഞ്ഞെടുത്ത 4 ഫൈനലിസ്റ്റുകളാണ് IASSH ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നത്. എൻ്റെ പേര് ഷിബു ദാമോദർ എന്നാണ്. ഞാൻ ഇന്റർനാഷണൽ അക്കാഡമി ഫോർ സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോസിസിന്റെ CEO ആൻഡ് ചീഫ് ട്രെയിനറാണ്. അയാഷ് കൊച്ചിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഹിപ്നോസിസ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മൾ കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 200ഓളം വർക്ക്ഷോപ്പുകൾ നടത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 4000ഓളം പേരെ നമ്മൾ ഹിപ്നോസിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അയാഷിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ഹിപ്നോസിസ് പഠിപ്പിക്കുക എന്നതിലുപരി പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. IHRT എന്ന് പറയുന്ന അയാഷ് ഹിപ്നോസിസ് റിസർച്ച് ടീം, അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആൻഡ് മലയാളം അറിയാത്ത കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷുള്ള പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇതിൽ ഈ IHRTയുടെ അപ്പർ ബോഡി ആയിട്ടുള്ള GLTയുടെ ചെയർമാനാണ് മിസ്റ്റർ ജിനീഷ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സാണ് കിരൺ ആൻഡ് ഷംന. ഞങ്ങൾ ഇന്നിവിടെ വരാൻ കാരണം, ഞങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഏറ്റവും നല്ല ഹിപ്നോട്ടിസ്റ്റ്, പെർഫോമിംഗ് ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടെത്താനായിട്ടുള്ള ഒരു ഹിപ്നോസിസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്നതിൻ്റെ പേര് ബെസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ഓഫ് ദ ഇയർ എന്നായിരുന്നു. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിൽ 4ാമത്തെ ഷീറ്റിലുണ്ടാവും കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ പ്രോഗ്രാമിൻ്റെ. ആൻഡ് ആക്ച്വലി ദിസ് പ്രോഗ്രാം എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡിൽ ഒരു സ്ഥലത്തും ഒരുപാട് പേര് ഹിപ്നോസിസ് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മികച്ച ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടെത്താനുള്ള ഒരു കോമ്പറ്റീഷനും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും നടക്കുന്നില്ല. അത് ആകെക്കൂടി നടക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, നമ്മുടെ കൊച്ചിയിലാണ്. സോ അതിൻ്റെ 3ാമത്തെ സീസൺ ജാനുവരി 11-ാം തീയതി IMA ഹൗസിൽ വെച്ച് നടക്കുകയാണ്. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങൾ സാധാരണ നടത്തുന്നത്. ഒന്ന് പ്രിലിമിനറി റൗണ്ട് ഉണ്ടായിരിക്കും, അത് ഓൾറെഡി കഴിഞ്ഞ സൺഡേ കഴിഞ്ഞു. 15ഓളം ഹിപ്നോട്ടിസ്റ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ നിന്നും സെലക്ട് ചെയ്ത 4 പേരാണ് ഫൈനലിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ പാർട്ടിസിപ്പൻറ്റും 1 മണിക്കൂർ വീതം വരുന്ന 4 സ്റ്റേജ് ഹിപ്നോസിസ് ഷോസ് ആണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നല്ല പെർഫോമറെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അയാഷിൻ്റെ ട്രോഫി നൽകുന്നത്. അതിൻ്റെ സാധാരണ അത് ജഡ്ജ് ചെയ്യുന്നത് ഒന്ന് ഞാൻ തന്നെയാണ്, 2 നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, പ്രശസ്തനായിട്ടുള്ള മജീഷ്യൻ പ്രൊഫസർ RK മലയത്താണ് അതിൻ്റെ 2ാമത്തെ ജഡ്ജായിട്ട് വരുന്നത്. ഇങ്ങനെ 4 ഫൈനലിസ്റ്റുകൾ ഈ ജാനുവരി 11-ാം തീയതി IMA ഹൗസിൽ വെച്ച് നടക്കുന്ന രാവിലെ 9:30 മുതൽ 5:00 വരെയാണ് സമയം. അതിൽ 4 സ്ലോട്ടുകളായിട്ടാണ് 10:30 to 11:30, 12 to 1, 2:30 to 3:30 ആൻഡ് 4 to 5. ഇങ്ങനെ 4 സ്ലോട്ടുകളായിട്ടാണ് ചെയ്യുക. സാധാരണ ഇത് നമ്മുടെ അയാഷിൻ്റെ ഹിപ്നോസിസ് പഠിച്ച ആളുകളുടെ ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ്, ഒരു ആനുവൽ മീറ്റ് കൂടിയാണ്. നമ്മളതിന് ഹിപ്നോസിസ് 26 എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കൂടെയാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. സോ സാധാരണ ഹിപ്നോട്ടിസ്റ്റുകൾ മാത്രം വരുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് കഴിഞ്ഞ 2 വർഷവും ഞങ്ങൾ നടത്തിയത്. ഈ വർഷം ഞങ്ങളിങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള കാരണം, ഇപ്രാവശ്യം ഇത് കാണാനായിട്ട് നമ്മൾ പബ്ലിക്കിനും അവസരം കൊടുക്കുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. താല്പര്യമുള്ളവർ, നമുക്ക് അവിടുത്തെ സ്ഥലപരിമിതി കാരണം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് ഇത് പബ്ലിക്കിന് ഇതിലെ കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അതായത് 1 മണിക്കൂറിൻ്റെ സ്റ്റേജ് ഹിപ്നോസിസ് ഷോസ് കാണാനുള്ള അവസരം പബ്ലിക്കിനുമുണ്ട്. അപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് അത് കാണാൻ സാധിക്കും. ലോകത്തിൽ നടക്കുന്ന ഒരേയൊരു ഹിപ്നോസിസ് കോമ്പറ്റീഷൻ അത് കൊച്ചിയിലാണ് എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരൊക്കെ അറിയണം. ആദ്യം നമുക്ക് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് ഇന്ത്യയിലേക്കും അതിനുശേഷം ഇന്ത്യക്ക് പുറത്തേക്കും എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത്.